Dear students, I am Shiny Jain, Computer Science teacher, Government Model Boys Higher Secondary School, Tekkad. നമ്മൾ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ വെബ് ടെക്നോളജിയിലെ 2 ക്ലാസ്സുകൾ പഠിച്ചു. ഇനി അടുത്ത 3ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ക്രിപ്റ്റ്സിനെ കുറിച്ച്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. അപ്പോൾ HTML പേജസിൽ വെബ് പേജിൽ HTML ഇടയ്ക്ക് എഴുതുന്ന ചെറിയ പ്രോഗ്രാം കോഡുകൾക്ക് പറയുന്ന പേരാണ് സ്ക്രിപ്റ്റ്സ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് സ്ക്രിപ്റ്റ്? അപ്പോൾ സ്ക്രിപ്റ്റ്സ് ആർ പ്രോഗ്രാം കോഡ്സ്. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡുകളാണ് റിട്ടൺ ഇൻസൈഡ് HTML പേജസ്. HTML സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് വെബ് പേജ് എങ്ങനെ വരണം എന്നുള്ള ഫോർമാറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. എന്തൊക്കെ കണ്ടന്റ് അതിൽ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രോസസ്സിംഗ് വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം കോഡ് വേണം. അപ്പോൾ അതിന് സഹായിക്കുന്ന HTML ഇന്റർനെറ്റിൽ പ്രോഗ്രാമിങ്ങിന് സഹായിക്കുന്നത് സ്ക്രിപ്റ്റുകളാണ്. അപ്പോൾ HTML പേജിനകത്ത് ചെറിയ പ്രോഗ്രാം കോഡ് എഴുതാൻ സഹായിക്കുന്നത് സ്ക്രിപ്റ്റുകളാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗ് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് സ്ക്രിപ്റ്റ് ടാഗ്. കണ്ടെയ്നർ ടാഗാണ്. സ്ക്രിപ്റ്റിനും /സ്ക്രിപ്റ്റിനും ഇടയ്ക്കായിട്ടാണ് പ്രോഗ്രാം കോഡ് എഴുതുന്നത്, സ്ക്രിപ്റ്റ് കോഡ് എഴുതുന്നത്. അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. അപ്പോൾ ഈ ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ. അപ്പോൾ ക്ലയൻറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ടത് വെബ് ബ്രൗസറാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന വെബ് ബ്രൗസറാണ്. അപ്പോൾ ആ വെബ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഉണ്ട്. വെബ് സെർവേഴ്സിൽ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന 24 hours ഓൺ ചെയ്തിട്ടിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫീസുകളിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ് വെബ് സെർവേഴ്സ്. അപ്പോൾ ആ വെബ് സെർവറിലാണ് സ്ക്രിപ്റ്റിംഗ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയും. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് 2 ടൈപ്പ് ഉണ്ട്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. അതിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് സഹായിക്കുന്ന 2 ടെക്നോളജീസ് ആണ് ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് സഹായിക്കുന്നത് Perl, PHP, ASP, JSP. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഈ ജാവാസ്ക്രിപ്റ്റ് എന്താണ്, VB സ്ക്രിപ്റ്റ് എന്താണ്, Perl ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. PHP, ASP, JSP അങ്ങനെ ഓരോ ടെക്നിക്കുകളെ കുറിച്ചും പഠിക്കണം. ഡിഫറെൻ്റ് സ്ക്രിപ്റ്റിംഗ് ടെക്നോളജീസിനെ കുറിച്ച് പഠിക്കണം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അത് ടാബുലർ ഫോമിൽ പഠിച്ചു വെക്കണം. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം സ്ക്രിപ്റ്റിനെ എന്ത് ചെയ്യും, ബ്രൗസറിലേക്ക് കോപ്പി ചെയ്യും. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് ആ സ്ക്രിപ്റ്റ് കോഡ് കോപ്പി ചെയ്യും. സ്ക്രിപ്റ്റ് ഈസ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന വെബ് സെർവറിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കോപ്പി ചെയ്യേണ്ട കാര്യമില്ല, വെബ് സെർവറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദ വെബ് സെർവർ. അതാണ് 1ാമത്തെ പോയിന്റ്. 2ാമത്തെ പോയിന്റ്, സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ. നേരത്തെ പറഞ്ഞു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയാണ്, ക്ലയൻറ്റിലാണ്. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിലാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് എവിടെയാണ്, വെബ് സെർവറിൽ. സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ. പിന്നെ ഈ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് യൂസ് ഫോർ വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ദ ക്ലയൻറ്റ് ബ്രൗസർ. അപ്പോൾ ക്ലയൻറ്റ് ബ്രൗസറിൽ വാലിഡേഷൻ ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു രജിസ്റ്റർ നമ്പർ കോളത്തിൽ എൻ്റർ ചെയ്യുന്ന നമ്പർ ആയിരിക്കണം. അവിടെ പേര് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ഡേറ്റ അലൗഡ് അല്ല, നമ്പർ എൻ്റർ ചെയ്യണമെന്ന് ഒരു മെസ്സേജ് വരണം. ഏജിൻ്റെ കോളത്തിലാണെങ്കിൽ ചെറിയ നമ്പർ ആയിരിക്കണം. അതിൽ രജിസ്റ്റർ നമ്പർ നമ്മൾ അറിയാതെ അടിച്ചു വെച്ചാൽ അങ്ങനെ ലോങ് ലെങ്തുള്ള ഡേറ്റ അതിൽ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കോഡൊക്കെ എഴുതുന്നത് ഈസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിലാണ്. അപ്പോൾ യൂസ് ഫോർ വാലിഡേഷൻ ഓഫ് ഡേറ്റ അറ്റ് ക്ലയൻറ്റ് ബ്രൗസർ. ഇതിൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡേറ്റാ ബേസിൽ നിന്നൊക്കെ ഡേറ്റ എടുക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരും ഒക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്റ്റർ നമ്പറും ഒക്കെ കൊടുക്കുമ്പോൾ അത്
സെർവറിലുള്ള ഡേറ്റാബേസിൽ നിന്നും നിങ്ങളുടെ റിസൾട്ട് ഇങ്ങോട്ട് എടുത്ത് തരും. അപ്പോൾ എടുത്ത് നമ്മുടെ ബ്രൗസറിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്ന സെർവറിലാണ്. അപ്പോൾ ഡേറ്റാബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാമിംഗ് ഒക്കെ വരുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനകത്താണ്. യൂസ് ടു കണക്ട് ടു ഡേറ്റാബേസസ് ആൻഡ് വെബ് സെർവർ. അടുത്ത ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ വരുന്നത് യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് ഏതെങ്കിലും ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ യൂസറിന് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ഡേറ്റ വാലിഡേഷൻ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലാണ്. യൂസേഴ്സ് കാനോട്ട് ബ്ലോക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അടുത്ത അവസാനത്തെ പോയിന്റ്, ദ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദ വെബ് ബ്രൗസർ അഫക്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. അപ്പം നമ്മുടെ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ബ്രൗസറിലാണ്. അപ്പോൾ ബ്രൗസറിന് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഏത് ടൈപ്പ് വെബ് ബ്രൗസറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മോസില്ല ഫയർഫോക്സ് ആണോ, ക്രോം ആണോ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണോ, ഏത് ബ്രൗസറിലാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ നമ്മുടെ ബ്രൗസർ ഏത് വരുന്നാലും അതുമായിട്ട് അഫക്റ്റ് ചെയ്യില്ല, കാരണം ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവർ സൈഡിലാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള കമ്പാരിസൺ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. ക്ലയൻറ്റ് സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ആണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ പോയിന്റ്സ് നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത് വരുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. ഓരോരോ ലാംഗ്വേജസ് ആയിട്ട് പഠിക്കണം. അതിൽ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനെ 2 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്ലയൻറ്റ് സൈഡും സെർവർ സൈഡും. അപ്പോൾ നമ്മൾ ഓരോ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ആദ്യത്തെ പോയിന്റ് അതാണ്, അത് ഏത് സൈഡാണെന്നുള്ളത് എഴുതണം. ക്ലയൻറ്റ് സൈഡാണോ സെർവർ സൈഡാണോ? അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഈസ് എ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. രണ്ടാമത്തത് ജാവാസ്ക്രിപ്റ്റ് ഈസ് ആൻ ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ്. അപ്പോൾ ഈ ഇൻ്റർപ്രെറ്റർ നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സേഴ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർപ്രെറ്ററും ഉണ്ട്, കമ്പൈലറും ഉണ്ട്. അപ്പോൾ ഇതിൽ ജാവ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാം ഇൻ്റർപ്രെറ്റേഴ്സ് ആണ്. ജാവയെ ഇൻ്റർപ്രെറ്റർ ആണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഈസ് ആൻ ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ്. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു ലൈൻ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത ലൈൻ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ള ലാംഗ്വേജ് പ്രോസസ്സറാണ് ഇൻ്റർപ്രെറ്റർ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ് ആണ്. 2 പോയിന്റായി. 1 ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്, 2 ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ് ആണ്. ഇനി ഇത് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ബ്രണ്ട നെയ്ക്ക്. അപ്പോൾ ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബ്രണ്ട നെയ്ക്ക്, അതും ഒരു പോയിന്റ് ആണ്. അടുത്ത ജാവാസ്ക്രിപ്റ്റ് ക്യാൻ ബി യൂസ് ഫോർ വാലിഡേഷൻ ഓഫ് ഫോംസ്. നേരത്തെ നമ്മൾ പഠിച്ചു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത് വാലിഡേഷൻ ആണെന്ന് പഠിച്ചു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് വാലിഡേഷൻ ഓഫ് ഫോംസിനാണ്. പിന്നെ ഈ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ മതി. ഇനി ടെക്സ്റ്റ് എഡിറ്റർ ക്യാൻ ബി യൂസ് ടു റൈറ്റ് ജാവാസ്ക്രിപ്റ്റ്. ഇത്രയാണ് ജാവാസ്ക്രിപ്റ്റിൽ ഒരു 4-5 പോയിന്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്, ഇൻ്റർപ്രെറ്റഡ് ലാംഗ്വേജ് ആണ്, കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ബ്രണ്ട നെയ്ക്ക്. വാലിഡേഷൻ ഓഫ് ഫോംസിന് യൂസ് ചെയ്യും. ഏതെങ്കിലും ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് എഴുതാം. അടുത്ത രണ്ടാമത്തെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് നോക്കാം, VB സ്ക്രിപ്റ്റ്. അപ്പോൾ VBയുടെ ഫുൾ ഫോം എന്താണ്? വിഷ്വൽ ബേസിക്. VB സ്ക്രിപ്റ്റ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പോലെ അടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. അതും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്, VB സ്ക്രിപ്റ്റും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനി മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആണ്. വിഷ്വൽ ബേസിക്കിനെ ആസ്പദമാക്കി ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻകാരുടെ ഒരു പ്രശ്നം, അവരിതിനെ ഫ്രീ ആക്കി വെച്ചിട്ടില്ല. ഈ VB സ്ക്രിപ്റ്റും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വേണം. VB എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. അതുപോലെ VB സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. അപ്പോൾ അവരുടെ സോഫ്റ്റ്വെയർസിൽ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല. VB സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എല്ലാ കമ്പ്യൂട്ടറിലും വർക്ക് ചെയ്യില്ല. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ ഉണ്ടെങ്കിൽ മാത്രമേ VB സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡിഫക്റ്റ് ആണ്. പിന്നെ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിൻഡോസൊക്കെ പേയബിൾ
സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷന് കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. VBScript വർക്ക്സ് ഓൺലി ഇൻ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ. അടുത്ത VBScript ഈസ് എ പാർട്ട് ഓഫ് ASP.NET. ASP ആക്റ്റീവ് സെർവർ പേജസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ആണ്, ടെക്നോളജിയാണ് ASP. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് VBScript. ഇത്രയൊക്കെയാണ് VBScriptൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റ് പോലെ തന്നെ VBScriptഉം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഡെവലപ്പ് ചെയ്തത് ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഒരു കോർപ്പറേഷനാണ്, ഒരു കമ്പനിക്കാർ ഡെവലപ്പ് ചെയ്തതാണ്, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. ജാവ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ബ്രാൻഡാനേക്കാണ് ഡെവലപ്പ് ചെയ്തത്. VBScript മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെതാണ്. VBScript വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ബ്രൗസർ വേണം. ഇത് ASPയുടെ ഒരു ഭാഗമാണ്. ഇത്രയും കാര്യങ്ങളാണ് VBScript വരുന്നത്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന PHP. നേരത്തെ പഠിച്ച രണ്ടും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. PHP എന്ന് പറയുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ PHP സ്റ്റാൻഡ്സ് ഫോർ PHP ഹൈപ്പർടെക്സ്റ്റ് പ്രീപ്രോസസ്സർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ആദ്യത്തെ P വരുന്നത് വീണ്ടും PHP ആണ്. PHP ഹൈപ്പർടെക്സ്റ്റ് പ്രീപ്രോസസ്സർ എന്നാണ് PHPയുടെ ഫുൾ ഫോം. PHP ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. HTML-നകത്ത് എംബഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. നമുക്ക് PHP ഇനി വീണ്ടും അടുത്തൊരു ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. PHPയിലെ പ്രോഗ്രാമിംഗ് പഠിക്കാനുമുണ്ട്. അപ്പോൾ PHP is a scripting language embedded in HTML code. It is a server side scripting tool. ഇത് സെർവർ സൈഡ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ച ജാവാസ്ക്രിപ്റ്റും VBScriptഉം ക്ലയൻറ്റ് സൈഡ് ആയിരുന്നു. PHP സെർവർ സൈഡ് ആണ്. PHP was created by Rasmus Lerdorf to develop dynamic web pages. ഇത് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റിന്റെ പേരാണ് റാസ്മസ് ലെർഡോഫ്. റാസ്മസ് ലെർഡോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് PHP ക്രിയേറ്റ് ചെയ്തത്. PHP കോഡ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ വെബ് സെർവർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോഴേ അറിയാം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, വെബ് സെർവറിലായിരിക്കും. PHP സപ്പോർട്ട്സ് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ്. അപ്പോൾ സെർവർ സൈഡിൽ വരുമ്പോൾ ഡേറ്റാബേസ് ആക്സസ് ചെയ്തുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ വരും. അപ്പോൾ ഡേറ്റാബേസ് ആക്സസ് ചെയ്യാൻ MySQL പോലുള്ള ഡേറ്റാബേസ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ഇത് PHP. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് PHPക്കകത്ത് വരുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഒരു പ്രത്യേകതയുള്ള ഫുൾ ഫോമാണ് PHP ഹൈപ്പർടെക്സ്റ്റ് പ്രീപ്രോസസ്സർ. അപ്പോൾ ഇത് HTML കോഡിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ടൂളാണ്. ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റ് റാസ്മസ് ലെർഡോഫ്. PHP എക്സിക്യൂട്ട് ചെയ്യുന്ന വെബ് സെർവറിനകത്താണ്. ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ് PHP. അപ്പോൾ 3 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് പഠിച്ചു. ഏതൊക്കെ? ഏതൊക്കെയാണ് പഠിച്ചത്? ജാവാസ്ക്രിപ്റ്റ്, VBScript, PHP. അടുത്ത 4മത്തെ നോക്കാം. ASP ആക്റ്റീവ് സെർവർ പേജസ്. നമ്മൾ നേരത്തെ VBScript പറഞ്ഞപ്പോൾ പഠിച്ചു. VBScript is a part of ASP.NET എന്ന്. ASP എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് സഹായിക്കുന്ന ടെക്നോളജിയാണ്. ഇത് VBScript ഏത് കമ്പനിയുടെയാണെന്ന് പറഞ്ഞു? മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. അപ്പോൾ അതുപോലെ തന്നെ ASP-മാരുടേതാണ്, മൈക്രോസോഫ്റ്റ് കമ്പനിക്കാരുടേതാണ് ആക്റ്റീവ് സെർവർ പേജസ് ASP. മൈക്രോസോഫ്റ്റ് ആക്റ്റീവ് സെർവർ പേജസ് ഇസ് എ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെന്റ്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പാക്കേജ് പോലെയാണ്. ഇതിന് സഹായിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. സെർവർ സൈഡ് പ്രോഗ്രാമിങ്ങിന് സഹായിക്കുന്ന ഒരു പാക്കേജ്, ഒരു എൻവയോൺമെന്റ് ആണ് ASP ആക്റ്റീവ് സെർവർ പേജസ്. ASP contains HTML and scripting language. ASP ഇൻക്ലൂഡ് ചെയ്യുന്ന HTML ആണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും വേണം. VBScriptോ ജാവാസ്ക്രിപ്റ്റോ ASPക്കകത്ത് ഉപയോഗിക്കാം. അതിലൊരു ഫീസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ VBScript അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റും സപ്പോർട്ട് ചെയ്യും ആക്റ്റീവ് സെർവർ പേജസിന്. അടുത്ത ASP ഫയൽസ് ഹാവ് ദി എക്സ്റ്റൻഷൻ .ASP. ASP ഫയൽസ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് .ASP എക്സ്റ്റൻഷനിലാണ്. അപ്പോൾ അതൊരു പോയിന്റായിട്ട് എഴുതാം. ASP ഫയൽസ് വളരെ എളുപ്പമുള്ളൊരു പോയിന്റാണ്. ASP ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻ .ASP ആണ്. അടുത്ത് വരുന്ന പോയിന്റ്, ഇറ്റ് സപ്പോർട്ട്സ് ഡേറ്റാബേസ് പ്രോഗ്രാമിംഗ്. സെർവർ സൈഡ് ആണെന്ന് പറയുമ്പോൾ തന്നെ അത് ഏത് വരും? അതിൽ ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിനെ സഹായിക്കുന്നു വരും. ASP.NET provides features like variety of buttons, text boxes, etc. അപ്പോൾ നെറ്റിൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കുന്ന ASP എന്ന് പറയുന്നത് ബട്ടൺസും ടെക്സ്റ്റ് ബോക്സും നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഫോംസ്, ബട്ടൺസും ടെക്സ്റ്റ് ബോക്സസും ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ASP.NET സഹായിക്കും.
അപ്പോൾ നമ്മൾ നാലാമത് പഠിച്ച സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP. ASP എന്ന് പറയുന്ന സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എൻവയോൺമെന്റ് ആണ്. ASPക്കകത്ത് HTML ഉണ്ടാവും, കൂടെ VB സ്ക്രിപ്റ്റും ജാവാസ്ക്രിപ്റ്റും. ASP ഫയൽസിന്റെ എക്സ്റ്റൻഷൻ .asp ആണ്. ഡേറ്റാബേസ് പ്രോഗ്രാമിങ്ങിന് സഹായിക്കും. ASP.NETലെ ബട്ടൺസും ടെക്സ്റ്റ് ബോക്സസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ആക്റ്റീവ് സെർവർ പേജസിനകത്ത് വരുന്നത്. ഇനി അടുത്ത സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നോക്കാം, JSP. ആക്റ്റീവ് സെർവർ പേജസ് പോലെ JSP എന്താണ്? ജാവ സെർവർ പേജസ്. അപ്പം മൈക്രോസോഫ്റ്റ് കമ്പനിക്കാർ ASP ഇറക്കിയപ്പോൾ അടുത്ത് ഡെവലപ്പ് ചെയ്ത ഒരു കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒന്നാണ് ജാവ സെർവർ പേജസ്. Java Server Pages provides a simple way to create dynamic web pages. Dynamic web pages create ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് JSP, Java Server Pages. ഇതും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്ത കമ്പനി സൺ മൈക്രോസിസ്റ്റംസ് ആണ്. അപ്പോൾ സൺ മൈക്രോസിസ്റ്റം കമ്പനിക്കാരുടെ പ്രോഡക്റ്റ് ആണ് JSP. ASP ആരുടേതായിരുന്നു? ഓർമ്മയുണ്ടോ? ഏത് കമ്പനിയാണ്? മൈക്രോസോഫ്റ്റ് കമ്പനി. ASP മൈക്രോസോഫ്റ്റിൻ്റെതാണ്, JSP സൺ മൈക്രോസിസ്റ്റത്തിൻ്റെ. അടുത്ത പോയിന്റ്, JSP ഫയൽസ് ഹാവ് ദ എക്സ്റ്റൻഷൻ .JSP. ASPയുടെ എക്സ്റ്റൻഷൻ എന്തായിരുന്നു? .ASP. അതുപോലെ JSPയിൽ ഒരു പോയിന്റ് എഴുതാം, JSP ഫയൽസ് സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .JSP ആണ്. പിന്നെ JSP കോഡ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ വെബ് സെർവർ. അതും സെർവർ സൈഡ് പ്രോഗ്രാമിങ്ങിനാണ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആദ്യം VB സ്ക്രിപ്റ്റും ജാവാ സ്ക്രിപ്റ്റും പഠിച്ചു. അത് രണ്ടും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് PHP, ASP, JSP. ഇത് മൂന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അപ്പോൾ ഡേറ്റാബേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. പിന്നെ വേറെയും കുറച്ച് പോയിന്റ്സ് JSPയിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചത് സൺ മൈക്രോസിസ്റ്റംസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിലെ ഫയൽസ് സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ .JSP ആണ്. ഇനി അടുത്ത ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ആക്ച്വലി ഇത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് അല്ല, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയുന്നത് it is used for describing the formatting of a document written in HTML. HTML ഡോക്യുമെൻ്റ് ഏത് ഫോർമാറ്റിൽ വരണം, ഏത് രീതിയിൽ അപ്പിയർ ചെയ്യണം, അതിൻ്റെ കളർ എന്തായിരിക്കണം, ഫോണ്ടിൻ്റെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, പിക്ചർ എവിടെ വരണം, അതിൻ്റെ ലോഗോ, കമ്പനിയുടെ ലോഗോ എവിടെ വരണം, അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, ലേ ഔട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. അപ്പോൾ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ഈസ് യൂസ് ഫോർ ഡിസ്ക്രൈബിംഗ് ദ ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെൻറ്റ് റിട്ടൺ ഇൻ HTML. HTML ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഏത് സ്റ്റൈലിൽ ഷീറ്റ് വരണം, അതാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. യൂസിങ് CSS we can specify the color, font style, borders etc. കളർ കൊടുക്കാം, ഫോണ്ട് സ്റ്റൈൽ, ബോർഡേഴ്സ് ഒക്കെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ we can reuse the same code for all the pages. ഒരു പേജിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റൈൽ ഡിസൈൻ സെറ്റ് ചെയ്താൽ അത് എല്ലാ പേജിനും കോപ്പി ചെയ്യാൻ, റീയൂസ് ചെയ്യാൻ പറ്റും. It reduces the size of the web page. അതുകൊണ്ട് വെബ് പേജിൻ്റെ കോഡിൻ്റെ സൈസ് കുറയും. ഒരിക്കൽ നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാ പേജസിനും നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, സൈസ് കുറയും. CSS can bring animation, കുറച്ച് ആനിമേഷൻ, മൂവിങ് ഇഫക്റ്റ് ഒക്കെ കൊണ്ടുവരാൻ സഹായിക്കും. ഇനി അടുത്ത് CSS 3 രീതിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം: ഇൻലൈൻ, എംബെഡഡ് ആൻഡ് ലിങ്ക്ഡ്. അപ്പോൾ CSS HTML-നകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ആ HTML-നകത്ത് കൊടുക്കുമ്പോൾ HTML-ന് 2 ഭാഗങ്ങളുണ്ട്, ഹെഡ് സെക്ഷനും ഉണ്ട്, ബോഡി സെക്ഷനും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും HTML പ്രോഗ്രാം എഴുതുമ്പോൾ 2 സെക്ഷൻസ് വരും, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ആദ്യം വരുന്ന ഹെഡ്, അത് കഴിഞ്ഞ് ബോഡി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ CSS കോഡ് കൊടുക്കുന്നത് ബോഡി പാർട്ടിനകത്താണെങ്കിൽ അതിനെ ഇൻലൈൻ എന്ന് പറയും. ഹെഡ് സെക്ഷനകത്താണ് കൊടുക്കുന്നതെങ്കിൽ എംബെഡഡ് CSS എന്ന് പറയും. ഇനി ഇത് രണ്ടും അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ഫയൽ എഴുതാം. സെപ്പറേറ്റ് ആയിട്ടൊരു ഫയൽ, CSS ഫയൽ എഴുതിയിട്ട് .CSS എക്സ്റ്റൻഷൻ കൊടുത്ത് സേവ് ചെയ്യാം. എന്നിട്ട് അതിനെ HTML-നകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെ സെപ്പറേറ്റ് ഒരു ഫയൽ എഴുതിയിട്ട്, എക്സ്റ്റേണൽ ഫയൽ എഴുതിയിട്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്നതാണ് ലിങ്ക്ഡ്. അപ്പോൾ 3 തരത്തിൽ CSS നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം: ഇൻലൈൻ, എംബെഡഡ്, ലിങ്ക്ഡ്. ഇൻലൈൻ എന്ന് പറഞ്ഞാൽ HTML ബോഡി പാർട്ടിനകത്ത് CSS കൊടുത്താൽ ഇൻലൈൻ, HTML ഹെഡ് പാർട്ടിനകത്ത് CSS കൊടുത്താൽ എംബെഡഡ്. സെപ്പറേറ്റ് ഒരു ഫയൽ എഴുതി .CSS എക്സ്റ്റൻഷനിൽ സേവ് ചെയ്തിട്ട് അതിനെ HTML-നകത്ത് കൊടുക്കുകയാണെങ്കിൽ ലിങ്ക്. അങ്ങനെ 3 രീതിയിൽ CSS ഇംപ്ലിമെൻറ്റ്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസിനകത്ത് വരുന്നത്. അതായത് HTML-നകത്ത് നമ്മൾ കൊടുക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻസ്, HTML-നെ കുറെ കൂടെ അട്രാക്റ്റീവും കുറെ കൂടെ യൂസ്ഫുൾ ആക്കാനുമായിട്ട് ചെറിയ പ്രോഗ്രാം കോഡുകളും കൂടെ HTML-നകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോഗ്രാം കോഡുകളെയാണ് സ്ക്രിപ്റ്റുകൾ എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എഴുതാൻ സഹായിക്കുന്ന ലാംഗ്വേജസ് ആണ് VB സ്ക്രിപ്റ്റ്, JavaScript, PHP, ASP, JSP, പിന്നെ ഫോർമാറ്റിംഗ് സഹായിക്കുന്ന കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.